അല്ല, അതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയല്ലേ. നിങ്ങൾ ഗോവിന്ദൻ എന്താണ് പറഞ്ഞത്? ഗോവിന്ദൻ പറഞ്ഞത് സരിൻ ജയിച്ചു എന്നല്ലേ പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ മാത്രം എന്താണ് 400 പാറെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്. അത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നവരെല്ലാവരും ചേലക്കര പിടിച്ചടക്കുന്നല്ലേ സുധാകരനും വി ഡി സതീശനും പറഞ്ഞു. എൻ്റെ കാര്യത്തിൽ മാത്രം എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? ഇലക്ഷൻ കാലത്ത് അതൊക്കെ ഞാൻ അന്ന് തന്നെ ഞാൻ ഇതിലൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും മറ്റാരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ എന്താ സംശയമുള്ളത്? ഇവിടെ നടന്നിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള വർഗീയ ശക്തികളുമായി കൂട്ടുചേർന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം. അത് കോൺഗ്രസ് പലപ്പോഴും പരീക്ഷിച്ച് വിജയിക്കുന്നതാണ്. പക്ഷെ ആ കോൺഗ്രസിനിപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടിയിരിക്കുന്നു? അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഭീകരവാദ ശക്തികളെയും വർഗീയ ശക്തികളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നവർക്ക് അധികകാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ല, SDPI PFI ആണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തന്നെ നിയന്ത്രിച്ചത്. ഇന്ന് അവരുടെ പ്രകടനം നിങ്ങൾ കണ്ടില്ലേ? ഇതെല്ലാം വളരെ വ്യക്തമാണ്. പക്ഷേ ഇത് ആദ്യം തന്നെ പ്രകടനം നടത്തിയ അവരാണല്ലോ. ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ടില്ല. അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. പക്ഷേ CPMന്റെ ഓഫീസിലേക്ക് പോയിരിക്കുന്നു. PFIനെ ഉപയോഗിച്ചാണ് വി ഡി സതീശൻ ഇവിടെ ഈ പ്രചാരണങ്ങളെല്ലാം നടത്തിയത്. പക്ഷേ അത് പാലക്കാടിനെ സംബന്ധിച്ച് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. LDF നടത്തിയ അതിനെതിരായിട്ട് നടത്തിയ ചില പ്രചാരണങ്ങൾ അത് തിരിച്ചടിയായോ എന്നുള്ള സംശയവും ഞങ്ങൾക്ക്. അല്ല, അങ്ങനെയല്ല. ബൈ ഇലക്ഷൻ ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല, എല്ലാ ബൂത്തുകളിലും ഒരു 30-40 വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങിയതല്ല. കാരണം എപ്പോഴും ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ കാര്യം മന്ത്രിമാരിറങ്ങുന്നു, വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു, ഒരു സംസ്ഥാനം മുഴുവനുള്ള പാർട്ടി നേതാക്കന്മാരെല്ലാവരും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് MLA മാരും MP മാരും താരപ്രചാരകന്മാരും മന്ത്രിമാരും ഒന്നുമില്ല. സാധാരണ പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തീർച്ചയായിട്ടും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്നതാണ്. അല്ലാതെ നഗരസഭയിൽ മാത്രം വോട്ട് കുറഞ്ഞു അങ്ങനെയല്ല. ഞാൻ നോക്കിയപ്പോൾ കണ്ണാടിയിലും ഒരു 20 വോട്ട് 30 വോട്ട്, മാത്തൂരിലും 20 വോട്ട് 30 വോട്ടൊക്കെ ഓരോ ബൂത്തിലും കുറഞ്ഞിട്ടുണ്ട്. പിരായിരിലും കുറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ പഞ്ചായത്തിലും എല്ലാ ബൂത്തുകളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാർക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു 10, 15, 20 വോട്ടുകൾ എല്ലാ ബൂത്തിലും കുറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. അത് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല. അല്ല, അത് അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളത് വിശദമായിട്ട് പരിശോധിക്കും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം NDA സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഒരു സീറ്റും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഇപ്പോഴും. ലോക്സഭയിൽ ഒരു MP ഉണ്ടെങ്കിലും നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ സാർക്ക് കിട്ടിയ 50,000 വോട്ടിൻ്റെ ബലത്തിൽ ഇത്തവണ നിയമസഭയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രചാരവേലയും പ്രചാരണമായിട്ട് ഞങ്ങൾ രംഗത്ത് പോയി. പക്ഷേ ഇവിടെ പരിഗണിക്കപ്പെട്ട വിഷയങ്ങൾ പലതും വർഗീയ ധ്രുവീകരണത്തിന് മാത്രം ഉതകുന്ന രീതിയിലായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ ഏതെങ്കിലും പർട്ടിക്കുലർ ബൂത്തുകളിൽ ഇന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു സ്ഥലത്തും വോട്ട് കുറഞ്ഞിട്ടില്ല. എല്ലാ ബൂത്തിലും ജനറലായിട്ട് ഒരു 20-30 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിക്കും. അതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞല്ലേ പരിശോധിക്കും. ഞങ്ങൾ ഈ വിജയത്തെ UDFന്റെ വിജയത്തെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ കാണുന്നു. ഞങ്ങൾക്ക് വിജയിക്കാനായില്ല എന്നുള്ളതും ശരിയായ നിലയിൽ തന്നെ കാണുന്നു. ഒരുപാട് വിഷയങ്ങൾ മാറി മറിഞ്ഞു. പക്ഷേ ഇവിടെയും വോട്ട് കുറയ്ക്കാൻ സാധിച്ചില്ല. LDFന്റെ വോട്ട് ഏതാണ്ട് അവർ 500 വോട്ട് കൂട്ടുകയാണ് ചെയ്തത്. ചേലക്കരയിലുമാണെങ്കിൽ ഏതാണ്ട് വിജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഈ സമരരംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളിൽ അല്ല, സമരങ്ങളെയല്ല ഇതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് UDFന്റെ അവകാശവാദം എന്താണ്? ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ എതിർക്കുന്നു എന്നാണ്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ എതിർക്കുന്നില്ല. എതിർക്കുകയാണെങ്കിൽ ചേലക്കരയിൽ അവർക്ക് ജനപിന്തുണ കിട്ടുന്നു. സരിൻ്റെ ഒരു 500 വോട്ട് കൂടി എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല. കാരണം അത് അല്ല, ഞാൻ പറയുന്നത് അല്ല ഓരോ മണ്ഡലത്തിൻ്റെയും സ്ഥിതി വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ എത്രമാത്രം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വികാരം നമ്മൾ പ്രകടിപ്പിച്ചാലും വയനാട്ടിൽ ചെന്ന് നമ്മൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്ക് ഉടനെ അങ്ങ് ജയിച്ചു കളയാമെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വയനാട്ടിലെ ഡെമോഗ്രഫി, അവിടുത്തെ മറ്റു പല ഘടകങ്ങളും അതിൽ ബാധകമാണ്. ഇപ്പോൾ 700ഓളം ബൂത്തുകളിൽ ഒരു സാധ്യതയും ഞങ്ങൾക്കില്ല.